പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബികോം BBA ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്, അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമാണ് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് മെട്രീസസ്. ഡിഫൈൻ മെട്രീസസ് എന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ്, പാരാമീറ്റേഴ്സ് ഓർ വേരിയബിൾ. ഇതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആയിട്ട് നമ്മൾ നമ്പേഴ്സിനെ, പാരാമീറ്ററിനെ, വേരിയബിളിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് എന്ത് പറയുക, മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനൊരു കെയർഫുള്ളായിട്ട് ഓർഡേർഡ് ചെയ്യണം. അതിൽ ആ മെട്രിക്സിനകത്ത് അതിലുള്ള അറയിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയും. ഇതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഉദാഹരണം കൂടിയും അതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, ഇതാണ് മെട്രീസസ്. നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സിന് ഒറിസോണ്ടൽ ആയിട്ടുള്ളതിനെ റോ എന്നും വെർട്ടിക്കൽ ആയതിനെ കോളം എന്ന് പറയും. ഓർഡർ ഓഫ് ദ മെട്രിക്സ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ടുഗദർ ഡിഫൈൻ ഡയമെൻഷൻ ഓർ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഡർ ഓഫ് ദ മെട്രിക്സ് പറയുക. ആദ്യം എത്ര റോ, നമ്പർ ഓഫ് റോ, 4 റോയും 3 കോളവും ആണെങ്കിൽ 4 × 3 എന്ന് പറയും. m റോ n കോളം ആണെങ്കിൽ അതിനെ m × n എന്ന് പറയും. 3 റോയും 3 കോളവുമാണെങ്കിൽ 3 × 3 ഇങ്ങനെയാണ് ഇത് പറയാറുള്ളത്. ഒരു ഉദാഹരണം വെച്ചിട്ട് നമ്മൾ പറയാം. ഓക്കെ, 2 × 2 മെട്രിക്സ്, 3 × 3 മെട്രിക്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം ഈസ് കോൾഡ് സ്ക്വയർ മെട്രിക്സ്. ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളത്തിനെ നമ്മൾ എന്ത് പറയുക, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഈ ഉദാഹരണം കൊടുക്കുക. അതിൽ ഈക്വൽ നമ്പർ ഓഫ് റോയും കോളവും ഈക്വൽ നമ്പർ ആയിട്ട് 2 × 2 മെട്രിക്സ്, 3 × 3 മെട്രിക്സ്, 4 × 4 മെട്രിക്സ് ഒക്കെ എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് ഓർ റോ വെക്ടർ, ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ്, റോ വെക്ടർ എന്ന് പറയും. ഓൺലി 1 റോ ഈസ് കോൾഡ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് ഓൺലി 1 കോളം. എ മെട്രിക്സ് വിത്ത് 1 കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ് ഓർ കോളം വെക്ടർ എന്ന് പറയും. ഒരു ഉദാഹരണം, എല്ലാത്തിനും ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ കൊടുക്കാം. ഇനി ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ മെട്രിക്സ് വിത്ത് all elements except those in diagonal are 0 are called diagonal matrix. diagonal matrix പറഞ്ഞാൽ ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ മെട്രിക്സിൽ നോക്കുക, ഈ എലമെൻ്റ് അല്ലാത്ത ബാക്കിയൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദാറ്റ് ആ മെട്രിക്സിന് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ട്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെൻറ്റ്സ് ആർ 1. എല്ലാ ഡയഗണൽ എലമെൻറ്റും എന്തായിരിക്കും, 1 ആയിരിക്കും ഉണ്ടായിരിക്കാം. Okay, the identity matrix is similar to the number of 1 in algebra since multiplication of matrix and matrix leaves original matrix unchanged. A into identity matrix is equal to I into identity matrix into A matrix. ഒരു ഐഡൻറ്റി മെട്രിക്സും ഒരു മെട്രിക്സ് എയും ഇൻറ്റു ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ഐഡൻറ്റി മെട്രിക്സിനെ എ എന്ന മെട്രിക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ. ഓക്കെ, ഇനി നൾ മെട്രിക്സ് ഉണ്ട്. നൾ മെട്രിക്സ് ആണ് all elements are 0. അതിലുള്ള എല്ലാ എലമെൻറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. അതിലുള്ള എല്ലാ എലമെൻറ്റും 0 ആയ മെട്രിക്സിനെ നമ്മൾ നൾ മെട്രിക്സ് ഓർ 0 മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം നോക്കാം. ഓക്കെ, ഇനി ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. അപ്പർ ട്രയാങ്കുലർ ഉണ്ട്, ലോവർ ട്രയാങ്കുലർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലീഡിങ് ഡയഗണലിന് മുകളിലോ അടിയിലുള്ള എലമെൻറ്റുകളൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒന്നായിരിക്കും. ഇനി അപ്പർ ട്രയാങ്കുലർ പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള എല്ലാ എലമെൻറ്റും ലീഡിങ് ഡയഗണലിന് അടിയിലുള്ള എല്ലാ എലമെൻറ്റും 0 ആയിരിക്കും. സോ ഹിയർ എ ഡയഗണൽ. സോ ഇറ്റ് ഈസ് എ അപ്പർ ട്രയാങ്കുലർ. ഇനി ലോവർ ട്രയാങ്കുലർ പറഞ്ഞാൽ ആൾ എലമെൻറ്റ്സ് അബവ് ലീഡിങ് ഡയഗണൽ ആർ 0. ലീഡിങ് ഡയഗണലിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇഡംറ്റോണ്ട് മെട്രിക്സ് പറഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് എ ഇസ് സെഡ് ടു ബി ഇഡംറ്റോണ്ട് ഇഫ് എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. എ എന്ന് പറയുന്നത് എ സ്ക്വയറിന് സമമാണെങ്കിൽ ദാറ്റ് ഈസ് എ ഇഡംറ്റോണ്ട് മെട്രിക്സ് എന്ന് പറയും. ഇനി ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ എന്താ, ഇന്റർചേഞ്ചിങ് റോസ് ഇൻറ്റു കോളംസ് ഇൻറ്റു റോ, ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്പോസ് എന്ന് പറയും. അതിന് നമ്മൾ ടി എന്ന ലെറ്ററാണ് ഉപയോഗിക്കാറുള്ളത്. എ ട്രാൻസ്പോസ് ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇനി 2 0 1 2 എന്നാണെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുകയാണെങ്കിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താ, ഇവിടുത്തെ ഈ കോളം എന്തായി, റോ ആയി മാറി 2 1 പിന്നെ 0 2. ദിസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇതാണ് ഒരു ഉദാഹരണമായിട്ട് നമ്മളതിൽ എഴുതി. എല്ലാത്തിനും ഒരു ഉദാഹരണം കൊടുക്കാൻ മറക്കരുത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതായിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 മെട്രിക്സ് എടുക്കുക, അത് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണുന്നതോടെ ഈക്വൽ ആണ്. എ ട്രാൻസ്പോസ് കണ്ടിട്ട്
അതിലേക്ക് ബി ട്രാൻസ്പോസ് പ്ലസ് ചെയ്യുന്നത്. ഇനി ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് കണ്ട് വീണ്ടും ട്രാൻസ്പോസ് കണ്ടാൽ ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. ഇനി ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കാലാർ കൊണ്ട് കെ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുകൊണ്ട് ഈക്വലാണ്. ട്രാൻസ്പോസ് കണ്ടിട്ട് അതിൻ്റെ കെ കൊണ്ട് ഇൻറ്റു ചെയ്യലും. ഇനി എ ബി രണ്ട് മെട്രിക്സ് ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഇനി സിമെട്രിക് മെട്രിക്സ് ഉണ്ട്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ട്. സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എടുക്കുക, ആ മെട്രിക്സിന് സീക്വൽ ആയിരിക്കും എ ട്രാൻസ്പോസ്, ദാറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കും. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് എ ആയിരിക്കും. ഇവിടെ നോക്കുക, ഇത് മെട്രിക്സ് എ ആണ്, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടതാണിത്. ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ്. ഇതിന് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെൻറ്റും എടുക്കാം. ആ എലമെൻറ്റിൽ ട്രാൻസ്പോസ് കാണുമ്പോൾ ആദ്യത്തിൽ പ്ലസ് ഉള്ളിടത്തൊക്കെ എന്തായിരിക്കും ഇവിടെ മൈനസ് ആയിരിക്കും. ആദ്യത്തിൽ മൈനസ് ഉള്ളിടത്തൊക്കെ ഇവിടെ പ്ലസ് ആയിരിക്കും. ഇവിടെ 2 ഉള്ളത് ഇവിടെ മൈനസ് ആയി, 4 ഉള്ളത് -4 ആയി, ഇവിടെ -2 ഉള്ളത് 2 ആയി, ഇവിടെ -4 ഉള്ളത് 4 ആയി. ഇതിനെന്ത് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഇനി മെട്രിക്സ് അഡീഷൻ്റെ പ്രോപ്പർട്ടി ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. മെട്രിക്സ് അഡീഷൻ ഈസ് കൊമറ്റേറ്റീവ്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക, തിരിച്ചും ആഡ് ചെയ്താൽ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി മെട്രിക്സ് അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, 3 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് അത് ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. ഇനി ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. എ പ്ലസ് നൾ മെട്രിക്സ് ഓർനാൽ നൾ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് നൾ മെട്രിക്സ് ആഡ് ചെയ്താൽ എ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഒരു മെട്രിക്സിന് ആ മെട്രിക്സ് അതിൻ്റെ മൈനസ് ഉള്ള മെട്രിക്സ് അതിൽ പ്ലസ് ചെയ്താൽ നൾ മെട്രിക്സ് ആണ് ലഭിക്കുക. അതിനെ അഡിറ്റീവ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്ന് പറയും. ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ എ പ്ലസ് ബി ഈക്വൽ ടു സി വേർ സി ഇസ് എ മെട്രിക്സ് ഓഫ് സെയിം ഡയറക്ഷൻ. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന മെട്രിക്സ് സി ഉണ്ടല്ലോ, അതെന്തായിരിക്കും? സെയിം ഡയമെൻഷനിൽ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ്റെ പ്രോപ്പർട്ടീസ് number of rows and columns should be same. Subtraction of matrix is not commutative എന്ന് പറഞ്ഞാൽ നമ്മൾ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. മാട്രിക്സ് സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. എ മൈനസ് ബി മൈനസ് സി നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി മൈനസ് സി. അതുപോലെ തന്നെ മാട്രിക്സ് സബ്സ്ട്രാക്ഷന് ഒരു മെട്രിക്സിന് ആ മെട്രിക്സ് തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നൾ മെട്രിക്സ് ആണ് ലഭിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ്, ഒരു മെട്രിക്സിൻ്റെ നെഗറ്റീവ് എടുക്കുക. എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. ഒരു മെട്രിക്സിൽ നിന്നും ബി മെട്രിക്സ് മൈനസ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക, അതിന് ഈക്വൽ ആയിരിക്കും എ പ്ലസ് മൈനസ് ബി എന്ന മെട്രിക്സ്. രണ്ടും സെയിം വർക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. അത് മനസ്സിലാക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കൊമറ്റേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡീഷൻ. എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി. ഒരു മെട്രിക്സ് രണ്ട് മെട്രിക്സ് പ്ലസ് ചെയ്ത് അതിനെ സി കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിനാണ് ഈക്വൽ ആയിരിക്കും. എയും സിയും ഗുണിച്ചിട്ട് അതിലേക്ക് പ്ലസ് ചെയ്യുക ബി ഇൻറ്റു സി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആൾവേസ് അസോസിയേറ്റീവ്. എ പ്ലസ് ബി ഇൻറ്റു സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു സി. ഓക്കെ, ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് ഒരു സിംഗിൾ നമ്പർ, ഒരു സ്കാലർ അതിന് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഒരു സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഡിറ്റർമിനൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഡിറ്റർമിനൻ്റ് നമ്മൾ പറയാം ഡിറ്റർമിനൻ്റ് എ എന്നുള്ള രീതിയിലായിരിക്കും. ഒരു സിംഗിൾ നമ്പർ ആയിട്ടുള്ള മെട്രിക്സ് ആണെങ്കിൽ 1 × 1 മെട്രിക്സ് ആണെങ്കിൽ ആ എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, എ എന്ന മെട്രിക്സ് എടുക്കുക. എ എന്ന മെട്രിക്സ് 1 ആണെങ്കിൽ ആ മെട്രിക്സിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റും 1 ആയിരിക്കും. ഇനി 2 × 2 മെട്രിക്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 1 2 3 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 1 × 4 മൈനസ് ഇടും 2 × 3 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഇതിൻ്റെയൊക്കെ വിശദീകരണമായിട്ടാണ് ഇതിൻ്റെ ഹയസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് 5 മാർക്കിനും 10 മാർക്കിനൊക്കെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ഇനി സിംഗുലർ മെട്രിക്സ് ഉണ്ട്, നോൺ സിംഗുലർ മെട്രിക്സ് ഉണ്ട്. സിംഗുലർ മെട്രിക്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എടുക്കുക, ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ആ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ സിംഗുലർ മെട്രിക്സ്. നോൺ സിംഗുലർ മെട്രിക്സ് ഈസ് എ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. എപ്പോഴാണ് ഡിറ്റർമിനൻറ്റ് 0 ആവുക? അതിലേതെങ്കിലും 2 റോയോ കോളമോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും.
ഇനി മൈനർ പറഞ്ഞാൽ എവറി എലമെൻറ്റ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ആസ് എ മൈനർ. ഒരു മാട്രിക്സിൻ്റെ എല്ലാ എലമെൻറ്റിനും മൈനർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഫോംഡ് വിത്ത് ദ എലമെൻറ്റ്സ് ഒബ്റ്റൈൻഡ് വെൻ ദ റോസ് ആൻഡ് കോളം ഇൻ വിച്ച് ദ എലമെൻറ്റ് ഇസ് ലൈസ് ആർ റിലേറ്റഡ്. ഒരു മാട്രിക്സ് എടുക്കുക, ആ മാട്രിക്സിലെ ഒന്നാമത്തെ എലമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ അതിന് നേരെയുള്ള റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 4 വാല്യൂ ഉണ്ട്. ഒരു 3x3 മാട്രിക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആയിരിക്കും എന്ത്, അതിൻ്റെ ആ എലമെൻറ്റ്. ഇനിയിപ്പോൾ 2x2 മാട്രിക്സ് ആണെങ്കിൽ നമ്മളെടുക്കുക 2, 3, 4, 5. ഈ മാട്രിക്സിന് ഈ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇതിന് നേരെയുള്ള റോയും കോളം ഡിലീറ്റ് പിന്നെ 5 ഉള്ളൂ. ഇതിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഇതിന് നേരെയുള്ള റോയും കോളം ഒഴിവാക്കിയാൽ 4 ആയിരിക്കും. ഇതിൻ്റെ മൈനർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 5ൻ്റെ മൈനർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇതാണ് മൈനർ. 3x3 മാട്രിക്സ് ആണ്. ഈ എലമെൻറ്റിൻ്റെ ആണെങ്കിൽ ഇതിന് നേരെയുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, പിന്നെ ഈ 4 ഉണ്ടല്ലോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആയിരിക്കും. ഇനി ഈ മൂന്നാമത്തേതിൻ്റെ ആണെങ്കിൽ ഈ റോയും ഈ കോളവും ഒഴിവാക്കിയിട്ട് ഈ 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുക, അതായിരിക്കും അതിന്. അങ്ങനെ അതിലുള്ള 9 എലമെൻറ്റിനും മൈനർ ഉണ്ടായിരിക്കും. ഇനി കോഫാക്ടർ ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ മൈനർ കണ്ടിട്ട് ആ മൈനറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, -1 ഓൾ പവർ i + j -1 പവർ i + j ഇൻറ്റു മൈനർ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, -1 പവർ i + j എന്ന് പറയുന്നത് അതിൻ്റെ റോ ആണ്. i, j എന്ന് പറഞ്ഞാൽ കോളം, എത്രാമത്തെ റോ ആണ് എത്രാമത്തെ കോളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യാറുള്ളത്. അടുത്ത അഡ്ജോയിൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഫാക്ടർ മെട്രിക്സ് അതിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതിയിട്ട് അതിനെ നമ്മൾ ട്രാൻസ്പോസ് കാണുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, അഡ്ജോയിൻ്റ് എന്ന് പറയും. ഇത് കൊഫാക്ടർ എഴുതിയതാണ്, അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടതാണ് അഡ്ജോയിൻറ്റ്. കൊഫാക്ടറിൻ്റെ ട്രാൻസ്പോസിനെ എന്ത് പറയുക, അഡ്ജോയിൻ്റ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയാം. ഇനി ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ്. ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ദെൻ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ എ ഇൻവേഴ്സ്. നോൺ സിംഗുലർ ആയിരിക്കണം, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. വിച്ച് ഈസ് കാൾഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എ. അപ്പോൾ നോൺ സിംഗുലർ മെട്രിക്സിനാണ് ഇൻവേഴ്സ് ഉണ്ടാവുക. എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഒരു മെട്രിക്സിനെ നമ്മൾ അതിനെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിക്കുന്നത്, അതെന്തിന് ഈക്വൽ, ഇൻവേഴ്സിനെ എ കൊണ്ട് ഗുണിക്കുന്ന ഈക്വൽ, അതിൻ്റെ ആൻസർ അതിൻ്റെ എന്തായിരിക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് കാണാം, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. എന്തുകൊണ്ടാണ് നോൺ സിംഗുലർ എന്ന് പറയുന്നത്, സിംഗുലർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിന് വാല്യൂ കിട്ടുന്നത് 0 ഒരിക്കലും ഡിനോമിനേറ്ററിൽ വന്നാൽ നമുക്ക് വാല്യൂ കിട്ടില്ല. ഓക്കെ. ഇനി റാങ്ക് ഓഫ് മെട്രിക്സ് എന്നാൽ മാക്സിമം നമ്പർ ഓഫ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആൻഡ് കോളം ഓഫ് എ മെട്രിക്സ് ഈസ് കാൾഡ് റാങ്ക് ഓഫ് മെട്രിക്സ്. എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ഓഫ് മെട്രിക്സ് തീരുമാനിക്കുക. റാങ്ക് ഓഫ് മെട്രിക്സ് ഒരിക്കലും അതിലുള്ള റോയിൻ്റെയും കോളത്തിനെയും കാട്ടി കൂടുതലായിട്ട് റാങ്ക് ഒരിക്കലും വരില്ല. ഇഫ് വി കൺസിഡർ സ്ക്വയർ മെട്രിക്സ് ആണ്, ദ കോളംസ് റോസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓൺലി ഇഫ് ദ മെട്രിക്സ് ഈസ് നോൺ സിംഗുലറാകുമ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇൻ അതർ വേർഡ്സ് എ റാങ്ക് ഓഫ് എനി നോൺ സിംഗുലർ മെട്രിക്സ് ഓർഡർ ഓഫ് എം ഈസ് എം. ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എപ്പോഴും എം ആയിരിക്കും. ദ റാങ്ക് ഓഫ് മെട്രിക്സ് എ ഡിനോട്ട് റാങ്ക് ഓഫ് എ, ഈ രീതിയിലാണ് അതിനെ ഡിനോട്ട് ചെയ്യാം. ഇനി നൾ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. ഒരു നൾ മെട്രിക്സിൻ്റെ റാങ്ക് എപ്പോഴും 0 ആയിരിക്കും. റാങ്ക് ഓഫ് മെട്രിക്സ് 2x2 മാട്രിക്സിന് പോസിബിൾ ആയിട്ടുള്ള 2, 1, 0. 2x2 മാട്രിക്സ് നല്ലാണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ. റാങ്ക് ഓഫ് മെട്രിക്സ് 3x3 മാട്രിക്സിൻ്റെത് എന്തായിരിക്കും, 3, 2, 1, 0. അതിനോരോ കണ്ടീഷൻ ഉണ്ട്, അതൊന്ന് 2x2 2 മാർക്കിന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ട്രേസ് ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ ട്രേസ് ഓഫ് മെട്രിക്സ് ഈസ് എ സം ഓഫ് എലമെൻറ്റ് ഓൺ ഇസ് മെയിൻ ഡയഗണൽ. ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റുകൾ പ്ലസ് ചെയ്തതാണ് എന്ത്, ട്രേസ് ഓഫ് മെട്രിക്സ്. ഒരു 2x2 മെട്രിക്സ് എടുക്കുക, 3, 1, 4, 2. ഇതിലെ 3ഉം 2ഉം ആഡ് ചെയ്തതാണ് അതിൻ്റെ ട്രേസ് ഓഫ് മെട്രിക്സ്. 3 + 2 = 5. ഓക്കെ. ഇത്രയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ മൊഡ്യൂളിൽ. ഓക്കെ, താങ്ക് യു.